ഇന്ന് കാലം മാറി, കഥ മാറി. എതിർപക്ഷത്തെ ഏതെങ്കിലും ഇടുങ്ങിയ ചിന്താഗതിയോ അതിനെ നേരിടാൻ വേണ്ട നവോത്ഥാന ശ്രമങ്ങളോ അല്ല കേരളം ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളി. പിന്നെയോ BJP ഉയർത്തുന്ന രാഷ്ട്രീയത്തിലെ വർഗീയതയാണ്. കേരളത്തെ ഞെട്ടിച്ച ജനവിധിയായിരുന്നില്ലേ തൃശ്ശൂരിലേത്? BJP സ്വന്തം ചിഹ്നത്തിൽ നിന്ന് നടാടെ ലോക്സഭയിലേക്ക് ജയിക്കുന്നു. ഇടതുമുന്നണി ശക്തമായ പോരാട്ടമാണ് നടത്തിയത്. അവരുടെ വോട്ട് തൊട്ടു മുൻപത്തെ തെരഞ്ഞെടുപ്പിലേതിനേക്കാൾ ഉയരുകയാണ് ചെയ്തത്. കോൺഗ്രസിന്റെ വോട്ട് അടപടലം BJPയിലേക്ക് കുത്തിയൊലിച്ചു പോവുകയും ചെയ്തു. ഇത്രയും നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ അതിൽ നിന്ന് പുതുതായി നാം ഉൾക്കൊള്ളേണ്ട ഒരു പാഠമുണ്ട്. ഇടതുപക്ഷം അവരുടെ രാഷ്ട്രീയ അടിത്തറ ഭദ്രമായി നിലനിർത്തിയാലും വർഗീയ രാഷ്ട്രീയത്തിന്റെ വിജയത്തെ തടയാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞെന്നു വരില്ല എന്ന്. തൃശ്ശൂരിൽ നിന്നും കോൺഗ്രസ് പാഠം പഠിച്ചോ എന്നറിയില്ല. എന്നാൽ CPM പാഠം പഠിച്ചു. ന്യൂനപക്ഷാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ഉറച്ച നിലപാടുകൾ എടുത്തുവരികയായിരുന്നു CPM. കാരണം വ്യക്തം. മോദി സർക്കാർ മുസ്ലിം ന്യൂനപക്ഷത്തെ ലാക്കാക്കിയുള്ള ആക്രമണോത്സുക നിയമങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി കൊണ്ടുവരികയായിരുന്നു. അതിനോട് CPM തീർത്ത പ്രതിരോധത്തെ ന്യൂനപക്ഷ പ്രീണനമായി ചിത്രീകരിക്കാൻ BJPക്ക് കഴിഞ്ഞു. ഫലമോ CPMനെ പിന്തുണച്ചിരുന്ന ഭൂരിപക്ഷ വിഭാഗത്തിന്റെ വോട്ട് BJPയിലേക്ക് ചോരാൻ തുടങ്ങി. മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ട് എന്തായാലും BJPക്ക് പോകില്ല. അതൊന്നുകിൽ UDFന് അല്ലെങ്കിൽ LDFന് എന്ന നിലയിലേ പ്രവർത്തിക്കൂ. അതിൽ തന്നെ ഏറിയ കൂറും UDFനൊപ്പം തന്നെയാണ് നിൽക്കാറ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഹിന്ദു വർഗീയതയ്ക്കെതിരായിട്ടുള്ള മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ഇരു മുന്നണികളിലുമായി ചിതറുന്നു. ഇരു മുന്നണികൾക്കും കിട്ടേണ്ട ഭൂരിപക്ഷ സമുദായങ്ങളുടെ വോട്ടിൽ കുറേയൊക്കെ എതിർധ്രുവീകരണത്തിനും വിധേയമാകുന്നു. അങ്ങനെ ന്യൂനപക്ഷ വോട്ടുകൾ ചിതറുന്നതും ഭൂരിപക്ഷ വോട്ടുകളുടെ എതിർധ്രുവീകരണവും BJPക്ക് കൂടുതൽ ഗുണകരമാകുന്നു. അവിടെ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വോട്ടിലേക്ക് കൂടി കടന്നു കയറാൻ BJPക്ക് കഴിഞ്ഞാലോ? ഇടതു വലതു മുന്നണികൾ എന്ന നിലയിൽ ഉറപ്പിക്കപ്പെട്ട സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ എല്ലാ സമവാക്യങ്ങളുമാണ് പിഴുതെറിയപ്പെടുന്നത്. ഇതല്ലേ കേരളം ഇന്ന് നേരിടുന്ന വെല്ലുവിളി? അല്ലാതെ വനിതാ മതിലും നവോത്ഥാന മുന്നണിയും ഉണ്ടോ ഇല്ലയോ എന്നതാണോ? അപ്പോൾ BJPയെ നേരിടാൻ പുതിയ സമീപനം വേണമെന്ന് CPM തിരിച്ചറിയുന്നു. വിശ്വാസികൾ എന്ന പേരിലാണ് BJP കളം പിടിക്കാൻ മുതിരുന്നത്. ആ വിശ്വാസികളെ ഒപ്പം നിർത്തിക്കൊണ്ടേ BJP ഉയർത്തുന്ന പുതിയ വെല്ലുവിളികളെ നേരിടാൻ കഴിയൂ. CPM ആ പ്രതിരോധത്തിനാണ് ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ആദ്യ പരീക്ഷണമാണ് ആഗോള അയ്യപ്പ സംഗമം. ഇനി അടുത്തത് എന്ന് പറയുന്നത് നന്ദഗോ എന്ന ഭജൻസിനെ പറ്റിയാണ്. അതൊരു നിഷ്കളങ്കമായ ഭജന ഗ്രൂപ്പല്ല. അതൊരു വലിയ ഹിന്ദു വിഭാഗങ്ങളുടെ ഒരു വലിയ പ്രോജക്റ്റാണ്. ഹിന്ദുത്വ വിഭാഗത്തിന്റെ വലിയൊരു പ്രോജക്റ്റാണ്. ഇപ്പോൾ ധാരാളം പ്രായമായ സ്ത്രീകൾ അവരുടെ ജീവിത രീതിയെ തന്നെ മാറ്റിമറിക്കുന്ന രൂപത്തിലുള്ള ഒരു കാര്യം കേരളത്തിൽ സംഭവിക്കുന്നുണ്ട്. അത് ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചാണ്. അവർക്ക് പല ഘട്ടങ്ങളിൽ എല്ലാ ദിവസവും അമ്പലങ്ങളിൽ മിക്കവാറും മുഴുവൻ സമയവും ഇരിക്കാവുന്ന തരത്തിലുള്ള പല 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 പരിപാടികൾ ക്രമീകരിക്കപ്പെടുകയാണ്. അതിന് രാവിലെ അവിടെ ചെന്നാൽ പ്രാതൽ കിട്ടും, ഉച്ചയ്ക്ക് സദ്യയുണ്ട്, വൈകുന്നേരത്തെ ചായയുണ്ട്, രാത്രി ഭക്ഷണമുണ്ട്. ഇങ്ങനെ അമ്പലത്തിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വിഭാഗത്തിന് മുഴുവൻ ജീവിക്കാൻ കഴിയുന്ന സൗകര്യങ്ങൾ ഉണ്ടാക്കുകയാണ്. അതുപോലെ തന്നെ ഇവർക്ക് പെട്ടെന്ന് പറഞ്ഞു കൊടുത്തേ, ഇവർക്ക് ദീർഘയാത്രകൾ പല അമ്പലങ്ങളിലേക്ക്, അതെല്ലാം ചെറിയ പൈസയ്ക്ക് പോകാൻ കഴിയുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ജീവിതത്തിൽ അമ്പലത്തിലേക്ക് പോവുക എന്നത് മാത്രമാണ് ജീവിത രീതി എന്ന് ചുരുക്കുന്നു. ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരേ വിശ്വാസമുള്ള ആളുകളുടെ കൂട്ടായ്മ മാത്രമായി ഒരുങ്ങുന്നു. അത്രയും പറഞ്ഞാൽ നിർത്താം. ഒറ്റ കാര്യം കൂടി അവസാനമായി, ഈ പറയുന്ന നന്ദഗോ എന്ന ഭജൻസ് ഉണ്ടല്ലോ, അവരോട് അനാദരവ് തോന്നുകയാണെന്ന് കരുതരുത്. അവർ പാടുന്നുണ്ട്, പക്ഷേ ആ പാട്ട് പോരാ, കുറച്ചുകൂടെ നന്നായി സംഗീതം അഭ്യസിക്കണം. വേണു ബാലകൃഷ്ണൻ പറഞ്ഞതിനോടുള്ള വിയോജിപ്പ്. ഞാൻ സംഘപരിവാറിനെയും RSSനെയൊക്കെ മാറ്റി നിർത്തുകയാണ്. ക്ഷേത്രത്തിലേക്ക് സ്ത്രീകൾ ധാരാളം പോകുന്നു. ഈ ഭജൻ കേൾക്കാനായിട്ട് ആളുകൾ വരുന്നു. ക്ഷേത്രത്തിൽ രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ക്ഷേത്രത്തിൽ പോകാൻ താല്പര്യമുള്ളവർക്ക് പോകാം. ക്ഷേത്രത്തിൽ പോകാൻ താല്പര്യമുള്ളവർ പോകട്ടെ. ആരും നിർബന്ധിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല. അപ്പോൾ എനിക്ക് ക്ഷേത്രത്തിൽ പോകണം, 3 നേരം ക്ഷേത്രത്തിൽ പോകണം, അതെന്റെ സ്വാതന്ത്ര്യമാണല്ലോ, വ്യക്തി സ്വാതന്ത്ര്യമാണ്. പോകാം. അതിലെവിടെയാണ് അപകടമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. അതിലെന്താണ് ക്ഷേത്രത്തിൽ ഒരു വിശ്വാസി 3 നേരമോ 4 നേരമോ അല്ലെ രാവിലെ തൊട്ട് വൈകിട്ട് വരെയോ ഭജനം ഇരിക്കുന്നതിൽ എന്താണ് അപകടം? അങ്ങനെ ഭജനം ഇരുന്ന ധാരാളം ആളുകൾ ഉണ്ട് നമ്മുടെ കൂടെ, ഇപ്പോഴും ഉണ്ട്. അതിലെന്താണ് അപകടം? അത് എങ്ങനെയാണ് മതേതരത്വത്തെ, മറ്റുള്ളവരുടെ വിശ്വാസത്തെ മറ്റുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് മാറുന്നത്? ഇപ്പോൾ മതമായാലും ആത്മീയതയായാലും വിശ്വാസമായാലും ഒക്കെ ഏത് വ്യക്തിക്കും ഏത് അളവ് വരെ വേണമെങ്കിലും അത് ജീവിതത്തിൽ കൊണ്ടുനടക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവുമുണ്ട്. അതിൽ പ്രശ്നമില്ല. പക്ഷേ മതവും വിശ്വാസവും എല്ലാം രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടുന്നു. അത് ചേരിതിരിവുകൾ ഉണ്ടാക്കുന്നു. അത് ഏറ്റവും മനുഷ്യൻ കിട്ടാവുന്ന ഏറ്റവും ആപൽക്കരമായ ആയുധമായി മാറുന്നു എന്നത് ഈ പ്രവൃത്തികളെയൊക്കെ കുറേ ജാഗ്രതയോടെ പരിശോധിക്കേണ്ട ഒരു സന്ദർഭം ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഞാൻ ആശങ്കയോടെ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ മുൻപും ധാരാളം ആളുകൾ അമ്പലത്തിൽ പോകാറുണ്ട്. പക്ഷേ ഇപ്പോൾ അത് അമ്പലത്തിൽ നിന്ന് മാറേണ്ടാത്ത അത്രയും ഒരു ജീവിതക്രമം ഉണ്ടാക്കിയെടുക്കുകയാണ്. അത് യാദൃച്ഛികമല്ല. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നമ്മൾ ഇതുവരെ കാണാത്ത പരിപാടികൾ മുഴുവൻ വരികയാണ്. ഇതിന്റെ പണം എവിടെ നിന്ന് വരുന്നു എന്നത് സംബന്ധിച്ചുള്ള ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ചെറിയ ക്ഷേത്രങ്ങളിൽ പോലും എപ്പോഴും ഈ അന്നദാനം ഉണ്ടാകും. മതവും വിശ്വാസവും എല്ലാം രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടുന്നു. അത് ചേരിതിരിവുകൾ ഉണ്ടാക്കുന്നു. അത് ഏറ്റവും മനുഷ്യൻ കിട്ടാവുന്ന ഏറ്റവും ആപൽക്കരമായ ആയുധമായി മാറുന്നു എന്നത് ഈ പ്രവൃത്തികളെയൊക്കെ കുറേ ജാഗ്രതയോടെ പരിശോധിക്കേണ്ട ഒരു സന്ദർഭം ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഞാൻ ആശങ്കയോടെ പറഞ്ഞത്. വിശ്വാസികൾ എന്ന പേരിലാണ് BJP കളം പിടിക്കാൻ മുതിരുന്നത്. ആ വിശ്വാസികളെ ഒപ്പം നിർത്തിക്കൊണ്ടേ BJP ഉയർത്തുന്ന പുതിയ വെല്ലുവിളികളെ നേരിടാൻ കഴിയൂ. CPM ആ പ്രതിരോധത്തിനാണ് ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ആദ്യ പരീക്ഷണമാണ് ആഗോള അയ്യപ്പ സംഗമം.